My dear students, Dr. James Taylor രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ സൾഫർ എന്ന ഔഷധത്തെക്കുറിച്ചാണ് കഴിഞ്ഞ 10 എപ്പിസോഡുകളിലായി പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ 11ാമത്തെ എപ്പിസോഡിൽ വളരെ പ്രധാനപ്പെട്ട ചില അവസ്ഥകളിൽ സൾഫറിൻ്റെ ഉപയോഗത്തെക്കുറിച്ചാണ് കേന്ദ്ര വിശദീകരിക്കുന്നത്. അതായത് മിസ്കാരേജ്, അതിനെ മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ സൾഫറിനെ കുറിച്ച് മാത്രമല്ല, അതിനോട് കമ്പയർ ചെയ്തുകൊണ്ട് മറ്റ് പല ഔഷധങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. വല്ലാത്ത ബ്ലീഡിങ് ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അണ്ടർ ഫീമെയിൽ സെക്ഷൽ ഓർഗൻസ് വി ഹാവ് സ്റ്റെറിലിറ്റി. സ്റ്റെറിലിറ്റി എന്നുള്ളൊരു സിംപ്റ്റം സൾഫറിൽ വരുന്നുണ്ട്. വി ഹാവ് ഇറഗുലാരിറ്റി ഇൻ ദ മെൻസ്ട്രൽ ഫ്ലോ. Menstrual flow suppressed from the slightest disturbance. വളരെ ചെറിയൊരു പ്രശ്നം കാരണം, എന്തെങ്കിലും ഇമോഷണൽ ഡിസ്റ്റർബൻസോ എന്തെങ്കിലും മെഡിക്കേഷനോ എന്തെങ്കിലും ചെറിയൊരു പ്രൊവോക്കേഷൻ കാരണം മെൻസ്ട്രൽ ഫ്ലോ ഡിസ്റ്റർബ്ഡായി സപ്രസ്ഡ് ആയി കഴിഞ്ഞാൽ അതിന് സൾഫർ കവർ ചെയ്യും. ഹെമറേജ് ഇൻ കണക്ഷൻ വിത്ത് ദ മെൻസ്ട്രൽ ഫ്ലോ. യൂട്രൈൻ ഹെമറേജ്, പ്രൊലോങ്ഡ് യൂട്രൈൻ ഹെമറേജ്. മെൻസ്ട്രൽ ഫ്ലോയുമായിട്ട് ബന്ധപ്പെട്ട് വല്ലാത്ത ഹെമറേജ് ഉണ്ടാകുന്ന അവസ്ഥ, യൂട്രൈൻ ഹെമറേജ്, പ്രൊലോങ്ഡ്, പൊതുവെ ഒരു ക്രോണിക് നേച്ചറുള്ള ഒരു അവസ്ഥയാണ് സൾഫർ കവർ ചെയ്യുന്നത്. പ്രൊലോങ്ഡ് യൂട്രൈൻ ഹെമറേജ് എന്ന് പറയുന്നത്. അപ്പോൾ മറ്റ് ഔഷധങ്ങൾ കൊണ്ട് 1-2 തവണ കൊടുത്തിട്ട് മാറിയിട്ട് വീണ്ടും വരുന്ന അവസ്ഥകൾ, ഒരു ക്രോണിക് നേച്ചർ അണ്ടർലൈങ് സോറായുടെ സൂചന വരുമ്പോഴാണ് സൾഫർ കൂടുതൽ അവിടെ ഇൻഡിക്കേറ്റർ ആവുന്നത്. In an abortion, you may have selected belladonna, which was suitable while the woman was aborting, and it may have overcome the present stage. Or you may have selected Epis or Sabina, which was suitable for the earlier stage, and it either postpones or checks the hemorrhage for the time or hurries the expulsion of the fetus. But the hemorrhage starts in again, and with its return we have prolonged tribulation. ഈ പറഞ്ഞാൽ ഒരു മിസ്കാരേജിൻ്റെ അവസ്ഥയുണ്ടായി, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വല്ലാത്ത ഗഷിങ് ഓഫ് ബ്ലഡ് ഉണ്ടായി, യൂട്രൈൻ ഹെമറേജ് ഉണ്ടായി. ചിലപ്പോൾ സിംറ്റംസ് ബെലഡോണയായിരിക്കാം സൂചിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എപ്പിസ് ആവാം, അല്ലെങ്കിൽ സബൈനയാവാം. ഇതൊക്കെ സാധാരണ വരുന്ന ഔഷധങ്ങളാണ്. അത് കൊടുത്തപ്പോൾ അത് ഒന്ന് മോഡിഫൈ ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് മാറി, പക്ഷെ വീണ്ടും വല്ലാത്ത ഗഷിങ് വന്നു. അങ്ങനെ റിപ്പീറ്റഡായിട്ട് വരുന്നൊരവസ്ഥയിൽ അതിൻ്റെ ഹെമറേജിൻ്റെ ആ ഒരു റിക്കറൻസിനെ പോസ്റ്റ്പോൺ ചെയ്യാനോ അതിനെ അവസാനിപ്പിക്കാനോ ചെക്ക് ചെയ്യാനോ സൾഫർ ഉപകരിക്കും. മാത്രമല്ല, ഈ ഫെറ്റസിൻ്റെ എക്സ്പെൽഷൻ, അത് എക്സ്പെൽ ചെയ്യാതെ ഇരുന്ന് അതിനുള്ളിലിരുന്ന് ഡിക്കമ്പോസ്ഡ് ആകുകയും സെപ്റ്റിക് ആകുകയും ചെയ്യുന്ന അവസ്ഥകൾ, മാരകമായ അവസ്ഥകൾ ഒഴിവാക്കാൻ ഈ ഫെറ്റസിന് വേഗം എക്സ്പെൽ ചെയ്ത് അമ്മയെ സേഫാക്കാനും സൾഫർ ഉപകരിക്കും. ഇൻ മെനി ഓഫ് ദീസ് കേസസ് വി ക്യാൻ ഡു നത്തിങ് അണ്ടിൽ വി പുട്ട് ദ പേഷ്യൻ്റ് ഓൺ സൾഫർ. ഉണ്ടോ? അത്രയ്ക്ക് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് സൾഫർ അവിടെ ചെയ്യുന്നത്. മറ്റൊന്നും ചെയ്യാനില്ല. ഒരു ഡോസ് കൊടുത്തു, ബെലഡോണയോ എപ്പിസോ സബൈനയോ അതേപോലെ മറ്റു ഔഷധങ്ങളോ ഇൻഡിക്കേറ്റർ ഔഷധങ്ങളോ കൊടുത്തു, ഒരു തവണ മാറി വീണ്ടും വരുന്നു. അത്തരം അവസ്ഥകളിൽ സൾഫർ അല്ലാതെ മറ്റൊന്നും ഉപയോഗിക്കില്ല എന്നുള്ള അവസ്ഥ പോലും ഉണ്ടാകാറുണ്ട്. ദ സിംറ്റംസ് ആർ മാസ്ക്ഡ്, സൾഫർ സ്റ്റാൻഡ് വെരി ഹൈ. അപ്പോൾ അവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പ്രശ്നമാണ്, സൾഫറിൻ്റെ പൊതുവായൊരു സ്വഭാവമാണ്. സിംറ്റംസ് ശരിക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എക്സിബിറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഈ ഒരു കണ്ടീഷൻ ഹെമറേജിലും നമുക്ക് സിംറ്റംസ് കിട്ടുന്നില്ല, വെറുതെ ഹെമറേജ് മാത്രം, അത് ഒരു റെമഡി സെലക്ട് ചെയ്യാൻ പാകത്തിലുള്ള സിംറ്റംസ് നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ അവിടെ സൾഫർ ഉപകരിക്കും. വെൻ ബെലഡോണ ഹാസ് ബീൻ ഗിവൺ യു വിൽ ഓഫൺ ഹാവ് ടു ഫോളോ ഇറ്റ് വിത്ത് സൾഫർ. അപ്പോൾ ബെലഡോണ കാര്യം ആദ്യം പറഞ്ഞു, വീണ്ടും അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ബെലഡോണ കൊടുത്തുകൊണ്ട് ഒരു തൽക്കാലം ഒന്ന് ഹാസൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരവസ്ഥ വരുമ്പോൾ, അതേ അവസ്ഥ വന്നു കഴിഞ്ഞാൽ
സൾഫർ ഉപയോഗിക്കേണ്ടതിൻ്റെ സാധ്യത വളരെ ഉയർന്നതാണ്. അപ്പോൾ എപ്പിസിനെയും സബൈനേക്കാൾ ഉപരി ബെൽഡോണയുമായിട്ടൊരു ബന്ധം കെൻ്റ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകം ഓർത്ത് വെക്കുക. സബൈന, which has the most violent gushing hemorrhage in abortions, very commonly needs to be followed by sulfur. അപ്പം സബൈനയുടെ കാര്യത്തിലും ഏതാണ്ട് ഇത് തന്നെയാണ് അവസ്ഥ. അപ്പം ഇത്തരം വല്ലാതെ ഗഷിങ് ഓഫ് ബ്ലഡ് ഉണ്ടാകുന്ന മിസ്കാരേജിൻ്റെയൊക്കെ അവസ്ഥകളിൽ സാധാരണ സബൈനയാണ് ഒട്ടുമിക്ക കേസുകളിലും ഇൻഡിക്കേറ്റ് ചെയ്യപ്പെടുന്നത്. അവിടെയും സബൈനയെ ഫോളോ ചെയ്ത് സാധാരണഗതിയിൽ വരുന്നത് സൾഫർ തന്നെയാണ്. അപ്പോൾ ബെൽഡോണയെ വളരെയധികം ഫോളോ ചെയ്യും. ഏതാണ്ട് തൊട്ട് പിന്നിൽ തന്നെ സബൈനയുടെ കാര്യവും വരുന്നുണ്ട്. ഇൻ സച്ച് ഹെമറേജിക് എഫെക്ഷൻസ് ഹവർ ദർ ഇസ് ഇൻ എ പ്രൊലോങ്ഡ് റിക്കറിംഗ് ഹെമറേജ് ഉണ്ടോ, പ്രൊലോങ്ഡ് റിക്കറിംഗ് ഹെമറേജ് ദർ ഇസ് എ ക്രോണിക് കണ്ടീഷൻ, നോട്ട് ഇൻ ദ ഫസ്റ്റ് ഓർ മോസ്റ്റ് എക്സൈറ്റിംഗ് ടൈം, നോട്ട് ഇൻ ദ ടൈം ഓഫ് ദ ഏർലിയസ്റ്റ് ഗഷിംഗ്, ദർ ആർ ടു വെരി ഫ്രീക്വൻ്റ്ലി ഇൻഡിക്കേറ്റഡ് ബോഡീസ്, സൾഫർ ആൻഡ് സോർണം. അപ്പോൾ ക്രോണിക് കണ്ടീഷൻ റിക്കറിംഗ് ഹെമറേജിൽ അത് ക്രോണിക് കണ്ടീഷൻ്റെ സൂചനയാണ്. അവിടെ എപ്പോഴാണ് അല്ല എന്ന് പറയുന്നത്? ഏർലിയസ്റ്റ് കണ്ടീഷനിലല്ല, തുടക്കത്തിലല്ല, ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള അവസ്ഥയിലല്ല, വല്ലാതെ ഇങ്ങനെ ഗഷിങ് ഉണ്ടാകുന്ന അവസ്ഥയിലോ ഏർലിയസ്റ്റ് അവസ്ഥയിലില്ല. അവിടേക്ക് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ഔഷധങ്ങൾ വരും. അല്ലെങ്കിൽ ഇത് പ്രൊലോങ് ചെയ്ത് കഴിഞ്ഞാൽ, റിക്കർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ക്രോണിക് നേച്ചർ ഉണ്ടെങ്കിൽ പിന്നെ വരുന്ന പ്രധാനപ്പെട്ട രണ്ട് ഔഷധങ്ങൾ എന്തൊക്കെയാണ്? സൾഫറും സോർണവും, രണ്ടും പ്രധാനപ്പെട്ട രണ്ട് ആൻറ്റിസോറിക് റെമഡീസ്. The flow keeps coming back in spite of ordinary remedies and in spite of remedies selected upon the group of symptoms related to the pelvis. അപ്പോൾ പെൽവിക് സിംറ്റംസ് വെച്ചുകൊണ്ട്, പെൽവിക് സിംറ്റം ഡിസ്ചാർജസ്, പെയിന്, അങ്ങനെയുള്ള ആ പ്രശ്നങ്ങളും ആ പെൽവിക് ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് വെച്ചുകൊണ്ട് ഔഷധം കൊടുത്തിട്ട് വീണ്ടും പല ഘട്ടങ്ങളിലും ഒരു ഹെമറേജ് വരുന്നു, റിക്കർ ചെയ്ത് വരുന്നു. അത്തരം അവസ്ഥ ഉണ്ടാകാം. ഈ സൾഫറിനെയും സോർണത്തെയും കുറിച്ചൊക്കെ ചിന്തിക്കണം. ഇൻ മെനി ഇൻസ്റ്റൻസസ് വി ഗോ ടു എ ഹെമറേജ് ആൻഡ് ദ pelvic symptoms are prominent and all other symptoms clouded. There is a gushing flow, the blood is hot, etc. And there are only a few symptoms. But the next time you see the woman, she is quite enough to give other symptoms, and in the course of a few days, more symptoms come out. As the hemorrhagic stage is an outcome of the chronic condition. Hot blood, gushing flow ഒക്കെ ഉണ്ട്. പക്ഷേ സിംറ്റംസ് ക്ലൗഡഡ് ആണ്. സിംറ്റംസ് ഇങ്ങനെ മറഞ്ഞിരിക്കുന്നു. ഒരു മങ്ങിയ കാഴ്ചകൾ മാത്രമേ സിംറ്റംസിനെ കുറിച്ച് കിട്ടുന്നുള്ളൂ. ക്ലാരിറ്റി ഇല്ല. പിന്നെ മൊഡാലിറ്റീസും മറ്റുമൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഒരു റെമഡി സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പിന്നീട് ആ സ്ത്രീ ധാരാളം കൂടുതൽ സിംറ്റംസ് വരുന്നു. ആദ്യം അധികം സിംറ്റംസ് വരുന്നില്ല, ക്ലൗഡനാണ്. ഈ വീണ്ടും ഒരു ഫ്ലോ ഉണ്ടാകുമ്പോൾ സിംറ്റംസ് കുറച്ചുകൂടി ക്ലിയർ ആകുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ കൂടുതൽ സിംറ്റംസ് വരുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു മൊത്തത്തിലൊരു ക്ലാരിറ്റി ഇല്ല, ഫ്ലോ ഉണ്ട്, പക്ഷേ നമുക്കൊരു റെമഡി സെലക്ട് ചെയ്യാൻ പാകത്തിന് ഒരു ക്ലാരിറ്റി ഓഫ് സിംറ്റംസ് കിട്ടുന്നില്ല. പിന്നീട് കുറച്ച് കഴിഞ്ഞ് വീണ്ടും കുറച്ചുകൂടി ക്ലാരിറ്റിയോട് വരുന്നു. അങ്ങനെ വരുന്ന പ്രൊലോങ്ഡ് കണ്ടീഷൻസിൽ സൾഫറിൻ്റെ സാധ്യത വളരെ ഉയർന്നതാണ്. ഇനി ഇതിനെ മീസിൽസിൻ്റെ കണ്ടീഷനുമായിട്ട് കെൻ്റ് കമ്പയർ ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് അൺലൈക്ക് മീസിൽസ്. അപ്പോൾ ഒന്നിൽ ഈ നേരത്തെ പറഞ്ഞ ക്ലാരിറ്റി ഇല്ലായ്മ, പ്രൊലോങ്ഡ് റിക്കറിങ് ഹെമറേജസിൻ്റെ പിന്നിൽ ഒരു അണ്ടർലൈൻ സോറയുണ്ട്. ആ സോറി കണ്ടീഷനെ വെച്ചുകൊണ്ട് പ്രിസ്ക്രൈബ് ചെയ്യേണ്ടി വരും. ഇത് മീസിൽസിനുമായിട്ട് വൈരുദ്ധ്യമുണ്ട്. മീസിൽസിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. എന്താണ്? You do not have to look in the chronic stage until the measles or scarlet fever or smallpox is finished. These are acute miasms. കണ്ടോ? ഹെമറേജ് അതിൻ്റെ പിന്നെ ഒരു ക്രോണിക് മയാസമാണ്. പക്ഷേ മീസിൽസ്, സ്മോൾ പോക്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്കാർലറ്റ് ഫീവർ, ഇത് മൂന്നും അക്യൂട്ട് മയാസംസാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ എൻ്റെ നിങ്ങൾക്ക് തരുന്നത്. ഹെമറേജ് പോലുള്ള പ്രശ്നങ്ങൾ പിന്നിൽ ക്രോണിക് മയാസമുണ്ട്. അത് ക്രോണിക് റെമഡിയായ സൾഫറോ സോർണമോ അല്ലെങ്കിൽ ഉചിതമായ മറ്റു ഔഷധങ്ങൾ കൊടുത്താലേ അത് റിക്കറൻസ് തടയാൻ പറ്റുള്ളൂ. പക്ഷേ മീസിൽസോ സ്മോൾ പോക്സോ സ്കാർലറ്റ് ഫീവർ അങ്ങനെയല്ല.
അതൊരു അക്യൂട്ട് മയാസമാണ്. അതിനെ അക്യൂട്ടായിട്ട് തന്നെ കാണണം. ബട്ട് ദ ഹെമറേജ് ഈസ് എ പാർട്ട് ഓഫ് ഹെയർ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റ്. ഉണ്ടോ? ആ സ്ത്രീയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അവസ്ഥയുടെ സ്ത്രീയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഭാഗമാണ് ഹെമറേജ്. ഉണ്ടോ? മറ്റ് അക്യൂട്ട് കണ്ടീഷൻസുമായിട്ട് ഈ അക്യൂട്ട് മയാസമായിട്ട് ഇതിനെ മിക്സപ്പ് ചെയ്യരുത്, കൺഫ്യൂസ്ഡ് ആവരുതെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ മയാസം ആൻഡ് ഹെൻസ് വെൻ ഇറ്റ് ഈസ് വയലൻറ്റ് calling for a remedy, probably the best adapted will be the short-acting remedies such as belladonna or even aconite. അപ്പോൾ ഒരു അതിൻ്റെ അക്യൂട്ട് കണ്ടീഷനിൽ വയലൻ്റായിട്ട് ഗസ്റ്റിങ്ങൊക്കെ ഉണ്ടാകുമ്പോൾ ആ കണ്ടീഷന് ഏറ്റവും യോജിക്കുന്നത് ബെൽഡോണയോ അക്കണൈറ്റോ എപ്പിസോ സബൈനയോ പോലുള്ള അക്യൂട്ട് റെമഡീസ് ആയിരിക്കാം. പക്ഷേ എന്താ ചെയ്യേണ്ടത്? ബട്ട് ദെൻ ലുക്ക് ഇൻ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേജ്. For it is likely some remedy will have to follow the aconite or belladonna, and commonly it is sulfur. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ കുറച്ചുകൂടി വിശദമായിട്ട് പറയുകയാണ്. ഇത്തരം കണ്ടീഷനിൽ, പ്രൊളൗണ്ട് കണ്ടീഷനിൽ ബെൽഡോണയ്ക്കും അക്കോണൈറ്റിനും സബൈനയ്ക്കും പിന്നാലെ നമ്മൾ മറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനെ കുറിച്ച്, ആൻറ്റിസോറിസിനെ കുറിച്ച് ചിന്തിക്കണം. അതിൽ തന്നെ ഏറ്റവും സാധാരണയായിട്ട് വരുന്നത് സൾഫറാണ്. The acute remedy being suitable to the violent action and then followed by its complementary medicine. അതൊരു പൊതുവായിട്ടുള്ള തത്വമാണ്. വയലൻ്റ് ആയിട്ടുള്ളൊരു അവസ്ഥയിൽ, അക്യൂട്ട് അവസ്ഥയിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള അക്യൂട്ട് റെമഡീസ് കൊടുക്കുക. പിന്നീട് അതിൻ്റെ ഒരു കോംപ്ലിമെൻ്ററി മെഡിസിൻ അതിന് പിന്നാലെ വരണം. കാരണം ഈ ഔഷധങ്ങളൊന്നും തന്നെ ബെൽഡോണയോ അക്കോണൈറ്റോ ഒന്നും തന്നെ അത്രയ്ക്ക് ഡീപ്പായിട്ടുള്ള ഔഷധങ്ങളല്ല. ഒരു വയലൻ്റ് കണ്ടീഷനെ പക്ഷേ അത് കവർ ചെയ്യും. പിന്നീട് അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഔഷധങ്ങൾ, അതിൻ്റെ സൾഫർ പോലുള്ള ക്രോണിക് ഔഷധങ്ങൾ പിന്നാലെ ഉപയോഗിക്കേണ്ടി വരും. വുമൺ നീഡിങ് സൾഫർ ആർ ഫുൾ ഓഫ് ഹോട്ട് ഫ്ലാഷസ് സച്ച് ആസ് ദേ ആർ ലൈക്ലി ടു ഹാവ് അറ്റ് ദ ക്ലിമാക്ടറിക് പീരീഡ് ആൻഡ് ദർ കോമ്പീറ്റ്സ് വിത്ത് ലാക്കസിസ് ആൻഡ് സെപ്പിയ. അപ്പോൾ സൾഫർ ആവശ്യമുള്ള സ്ത്രീകളുടെ ഒരു പൊതു അവസ്ഥ വരുന്നത് എന്താണ്? ഫുൾ ഓഫ് ഹോട്ട് ഫ്ലാഷസ്. ഉണ്ടോ? ഇങ്ങനെ ചുട്ടുനീറ്റ് അല്ലെങ്കിൽ ചൂടിൻ്റെ ഒരു അവസ്ഥ, വല്ലാതെ പൊള്ളുന്ന, ചുട്ടുനീറ്റുന്ന, തീ പാറുന്ന പോലുള്ള അവസ്ഥ. ആൻഡ് ഹെൻസ് ഇറ്റ് കമ്പീറ്റ്സ് വിത്ത് ലാക്കസിസ് ആൻഡ് സെപ്പിയ. ഇത്തരം അവസ്ഥ, ഹോട്ട് ഫ്ലാഷസിൻ്റെ അവസ്ഥയിൽ സൾഫറാണ് വരുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ ലാക്കസിസും സെപ്പിയയും വരുന്നുണ്ട്. സൾഫർ ആൻഡ് സെപ്പിയ ആർ സ്യൂട്ടബിൾ ഇൻ ദ മോസ്റ്റ് വയലന്റ് കേസ് ഓഫ് ഡിസ്മെനോറിയ ഇൻ ഗേൾസ് ആൻഡ് ഈവൻ ഇൻ ദോസ് ഓഫ് അഡ്വാൻസ്ഡ് ഏജ്. അപ്പോൾ ഡിസ്മെനോറിയ, മെൻസ്ട്രൽ കോളിക്ക് അവസ്ഥയിൽ പെൺകുട്ടികളുണ്ടാകുന്നതിൽ സൾഫർ വളരെയധികം, സൾഫറും സെപ്പിയയും വളരെയധികം ഉപകരിക്കും. പ്രായം ചെന്ന സ്ത്രീകളുടെ അവസ്ഥയിലും അമ്മയായുള്ള സ്ത്രീകളുടെ അവസ്ഥയിലുമൊക്കെ പോലും അത് വരാം. പക്ഷേ ഗേൾസിൻ്റെ അവസ്ഥയിലാണ് ഈ മെൻസ്ട്രൽ കോളിക്കിലും മറ്റുമൊക്കെ സൾഫറും സെപ്പിയയും കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നത്. മോസ്റ്റ് വയലന്റ് കേസസ് ദാറ്റ് ഹാവ് എക്സിസ്റ്റഡ് എ ലോങ് ടൈം സിൻസ് ദ ബിഗിനിങ് ഓഫ് മെൻസ്ട്രേഷൻ ഇൻ വുമൺ ഓൾവേസ് നീഡഡ് സൾഫർ. ഉണ്ടോ? അപ്പോൾ സൾഫറിൻ്റെ കൂടുതൽ പ്രൊവലൻ്റ് ആയിട്ടുള്ള ഇൻഡിക്കേഷൻ എപ്പോഴാണ്? വളരെ വയലന്റ് കേസസ് കൂടുതൽ കാലം നിലനിന്നത് ബിഗിനിങ് ഓഫ് മെൻസ്ട്രേഷൻ. അപ്പോൾ മെൻസ്ട്രേഷൻ്റെ തുടക്കം മുതൽ വല്ലാതെ വയലൻ്റായിട്ട് നീണ്ടു നിന്ന ഇത്തരം വേദനകളുടെ അവസ്ഥകൾ. ഒരുപാട് സ്ത്രീകൾ ഈ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അവർ പലപ്പോഴും നിസ്സഹായമായിട്ട് അവസാനം ഹോമിയോപാസിനടുത്താണ് വരുന്നത്. എനിക്കറിയാവുന്നൊരു എൻ്റെ സുഹൃത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു 1/3 കേസെങ്കിലും ഈ മെൻസ്ട്രൽ പ്രശ്നങ്ങളാണ്. അതിൽ തന്നെ കോളിക്ക് വളരെ സാധാരണ വരുന്നുണ്ട്. അപ്പോൾ തുടക്കം മുതൽ തന്നെ വളരെ വയലൻ്റായിട്ടുള്ള നീണ്ടു നിൽക്കുന്ന അത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഒരു സൾഫറിൻ്റെ ഒരു പ്രയോഗം ഏതാണ്ട് മിക്കവാറും ഇവിടെ ആവശ്യമായിരുന്നെന്നാണ് കെൻഡ് പറയുന്നത്. ഉണ്ടോ? ഓൾവേസ് നീഡഡ് സൾഫർ എന്ന് പറയും. എപ്പോഴും സൾഫർ വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ബേസിക് മാലഡിയാണ് മാറുമെന്നുള്ളതാണ്. ഇഫ് യു സെലക്ട് എ റെമഡി നിയർലി ഓൺ ദ കൈൻഡ് ഓഫ് പെയിൻ, on the sensitiveness of the uterus, on the appearance of the flow, that is, on the pelvic symptoms, you will make a failure. ഉണ്ടോ? പെൽവിക് സിൻഡ്രോംസ് മാത്രം വെച്ചിട്ടുണ്ട്. അതായത് അബ്ഡോമിനൽ
പെയിൻസ്, വജൈനൽ ഡിസ്ചാർജസ്, ബ്ലീഡിങ്സ്, ഫീവർ, ചില്ല്, അതേപോലുള്ള പലതരം ഈ ഫ്ലോയുമായിട്ടും മറ്റുമൊക്കെ ബന്ധപ്പെട്ട ആ പ്രശ്നങ്ങൾ മാത്രം വെച്ചുകൊണ്ട്, ആ ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് വെച്ച് മാത്രമുണ്ട്, അല്ലെങ്കിൽ ആ സെൻസിറ്റീവ്നെസ് ഓഫ് യൂട്രസ് വെച്ചുകൊണ്ട് ആ പെയിനിൻ്റെ തരം, കൈൻഡ് ഓഫ് പെയിൻ, ഏത് തരം പെയിനാണെന്നൊക്കെ വെച്ചുകൊണ്ട് ഒരു മരുന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫെയിലിയർ ഉണ്ടാകും. നേരെ പറഞ്ഞൊരു കണ്ടീഷൻ ഒരു ലോങ് സ്റ്റാൻഡിങ് ആണ്, വയലൻ്റ് ആണ്, ഹോട്ട് ഫ്ലാഷസ് ഉണ്ട്, അത് കണ്ടീഷനിൽ സൾഫർ ഏതാണ്ട് പൂർണ്ണമായും തന്നെ അതിൻ്റെ ഇൻഡിക്കേഷൻ ഉണ്ട്. അതാണ് കെൻഡി ഇവിടെ വിശദീകരിച്ച് പറയുന്നത്. കെൻഡി ഇത്ര വിശദീകരിച്ച് പറയാൻ കാരണം വളരെയധികം ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന കേസായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് മനസ്സിലായ കാര്യങ്ങളുണ്ട്. യു മസ്റ്റ് ട്രീറ്റ് ദ പേഷ്യൻറ്റ് ഈവൻ ഇഫ് ദ പെൽവിക് സിംപ്റ്റംസ് ഡു നോട്ട് ഫോൾ അണ്ടർ ദ ജനറൽസ്. ഉണ്ടോ, ജനറൽ കണ്ടീഷനിൽ പെൽവിക് സിംപ്റ്റംസ് വരില്ല. ഒരു പേഷ്യൻ്റ് ജനറാലിറ്റീസ് നോക്കുമ്പോൾ അവിടെ ആ സ്ത്രീകളുടെ മെൻസ്ട്രൽ ബിഹേവിയറൊക്കെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ സ്ട്രോങ് ജനറൽസിൻ്റെ കീഴിൽ ഈ പെൽവിക് സിംപ്റ്റംസ് വരില്ല. എന്നാൽ പോലും യു മസ്റ്റ് ട്രീറ്റ് ദ പേഷ്യൻസ്. ഉണ്ടോ, അപ്പോൾ പേഷ്യൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ കണ്ടീഷൻ എടുത്തുകൊണ്ട് ട്രീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഒന്ന് കൊടുത്തു മാറി, വീണ്ടും കൊടുത്തു മാറി, അങ്ങനെ ഒരു സപ്രഷൻ്റെ അവസ്ഥയിലേക്ക്, ഒരു ഹോമിയോപ്പതിക് സപ്രഷൻ്റെ അവസ്ഥയിലേക്ക് അത് പോകാൻ സാധ്യതയുണ്ട്. കാരണം അണ്ടർലൈൻ സോർ അവിടെ നിൽക്കുന്നു, ആൻറ്റിസോറിക് റെമഡീസ് സ്യൂട്ടബിൾ ആയിട്ട് നിങ്ങൾ കൊടുത്തിട്ടില്ല, റിക്കർ ചെയ്യുന്നു, അക്യൂട്ട് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ ചിലപ്പോൾ ഹീലിംഗ് ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ ഈ കോംപ്ലിക്കേഷൻസിലേക്ക്, സിംപ്റ്റംസ് മറ്റു തരം സിംപ്റ്റംസിലേക്ക്, ഈ സിംപ്റ്റംസ് സപ്രസ് ചെയ്യപ്പെട്ട് മറ്റ് സിംപ്റ്റംസിലേക്ക് പോകാനും കണ്ടീഷൻ കോംപ്ലിക്കേറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പേഷ്യനെ ട്രീറ്റ് ചെയ്യുക, ഹോമിയോപ്പതിയുടെ ജനറൽ പ്രിൻസിപ്പിൾ അനുസരിച്ചുകൊണ്ട് പേഷ്യനെ ട്രീറ്റ് ചെയ്യുക. ആ ഒരവസ്ഥയിൽ സൾഫർ, സോർണം, ലാക്ടസിസ്, സെപ്പിയ പോലുള്ള ഭക്ഷണങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്നാണ് കെൻഡ് വിശദീകരിക്കുന്നത്. പിന്നെ ജനറൽസ് എഗ്രി സൾഫർ വിൽ ക്യൂർ ദ ഡിസ്മെനോറിയ ഈവൻ ദോ യു കനോട്ട് ഫിറ്റ് ഇറ്റ് ഇൻ ദ പെൽവിക് സിംപ്റ്റംസ്. ഉണ്ടോ, സൾഫർ പെൽവിക് സിംപ്റ്റംസിനുമായിട്ട് യോജിക്കുന്നില്ലെങ്കിൽ പോലും ജനറൽസ് എഗ്രി ചെയ്യുകയാണെങ്കിൽ, ഉണ്ടോ, ജനറൽ കണ്ടീഷൻസ് എഗ്രി ചെയ്യുകയാണെങ്കിൽ ഈ പെൽവിക് സിംപ്റ്റംസുമായിട്ട് സൾഫറിന് യോജിപ്പില്ലെങ്കിൽ പോലും അത് ഹീൽ ചെയ്യും. അത് നേരത്തെ ഒരിക്കൽ പറഞ്ഞതിൻ്റെ ഓർമ്മ, ബാബുച്ചേട്ടൻ്റെ അയൽവക്കത്തുള്ളൊരു കുട്ടി, അത് ഒരു ഇഞ്ചുറിയാണ് ഉണ്ടായത്, ഹീൽ ചെയ്യുന്നില്ല, പലതരത്തിൽ ഹീൽ ചെയ്യുന്നില്ല. ആദ്യം ഇഞ്ചുറിക്കുള്ള മെഡിസിൻസ് മറ്റോ കൊടുത്തിട്ട് ഹീൽ ചെയ്തില്ല. പിന്നീട് കേസ് സ്റ്റഡി ചെയ്തു, അതിൻ്റെ സ്ട്രോങ് ജനറൽസൊക്കെ എടുത്ത് കേസ് സ്റ്റഡി ചെയ്തു, കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ സെപ്പിയാണെന്നതിൻ്റെ ഒരു ഓർമ്മ കൊടുത്തു. അപ്പോൾ ആ വൂണ്ട് ഹീലായി. ഏതാണ്ട് സമാനമായ അവസ്ഥ ഇവിടെയും പറയുന്നു. പെൽവിക് സിംപ്റ്റംസിന് സൾഫർ കവർ ചെയ്തില്ലെങ്കിൽ പോലും ലോങ് സ്റ്റാൻഡിങ് ആണെങ്കിൽ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യണം, ജനറൽസ് എടുത്ത് ട്രീറ്റ് ചെയ്യണം. സൾഫർ ഇൻഡിക്കേറ്റ് ചെയ്ത് സൾഫർ കൊടുത്തിരിക്കണം. പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ കൂടി എൻ്റെ പറയാണ്. ഉണ്ടോ, ദ ജനറൽസ് ഓൾവേസ് പ്രൊസീഡ് ആൻഡ് റൂൾ ഇൻ എവരി കേസ്. പെൽവിക് കേസിലോ ഇത്തരം കേസിലോ എവരി കേസ്, ഓരോ കേസിലും പ്രിവെയിലിംഗ് ആയിട്ടുള്ള എന്താണ് ജനറൽസ്. ഉണ്ടോ, ജനറൽസ് ഓൾവേസ് പ്രൊസീഡ് ആൻഡ് റൂൾ ഇൻ എവരി കേസ്. ഇത് അടിവരായിട്ട് നിങ്ങളുടെ ഓർമ്മയിൽ വെക്കുക, എപ്പോഴും ഓർമ്മയിൽ വെക്കുക. ഓൾവേസ് ജനറൽസ് പ്രിവെയിൽ, ഓൾവേസ് പ്രൊസീഡ്. എല്ലാത്തിലും മുന്നിട്ട് നിൽക്കുന്നത്, ആദ്യം നിൽക്കുന്നത്, മുകളിൽ നിൽക്കുന്നത് ജനറൽസാണ്. ദാറ്റ്സ് എ ജനറൽ റൂൾ, ഗോൾഡൻ റൂൾ ഇൻ ഹോമിയോപ്പതി. ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. ഔഷധത്തെക്കുറിച്ചുള്ള കേവലം ലെക്ചേഴ്സ് മാത്രമല്ല, ഹോമിയോപ്പതിയുടെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളിനെ കുറിച്ചുള്ള മറ്റ് പലതരങ്ങളിൽ നമുക്ക് കിട്ടാത്ത ഉൾക്കാഴ്ചകൾ, ഇൻസൈറ്റ്സ് കെൻഡി പുസ്തകങ്ങൾ തരുന്നുണ്ട്. കണ്ടോ, നമുക്ക് ധൈര്യമായിട്ട് കേസ് ക്ലിയർ അല്ല. ഒരു ലോക്കൽ സിംറ്റം, പെൽവിക് സിംറ്റംസ് എടുത്തു, അത് വെച്ച് ട്രീറ്റ് ചെയ്യാൻ ശ്രമിച്ചു, ഫെയിലിയറായി, വീണ്ടും കൊടുത്തു, വീണ്ടും ഫെയിലിയറായി, നിരാശപ്പെട്ടത്. അത്തരം അവസരങ്ങളിൽ ഈ തത്വത്തെക്കുറിച്ച് ഓർക്കുക. ജനറൽസ് ഓൾവേസ് പ്രിവെയിൽ, ഇൻ എവരി കേസ് ജനറൽസ് പ്രിവെയിൽ ആൻഡ് പ്രൊസീഡ്. അതാണ് അതിൻ്റെ ജനറൽ റൂൾ. സൾഫറിനെ കുറിച്ചും മറ്റുള്ള ഇതുള്ള മറ്റ് കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ വിലപ്പെട്ട വിവരങ്ങൾ
എൻ്റെ തുടർന്നുള്ള ലെക്ചേഴ്സ് തരുന്നുണ്ട്. നമുക്കവയെ ശ്രമിക്കാം. ഇതുവരെ ഈ പ്രോഗ്രാം ശ്രമിച്ച നിങ്ങൾക്ക് ഏവർക്കും വളരെയധികം നന്ദി. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളും മറ്റുമൊക്കെ ഇത് അയച്ചു കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.